അച്ഛൻ്റെയും അമ്മയുടെയും കൈപിടിച്ച് നടക്കുന്ന കുട്ടികളെ ശ്രദ്ധിക്കാറുണ്ടോ? ആ സമയം അവർ വല്ലാത്ത സുരക്ഷിതത്വം അനുഭവിക്കാറുണ്ട്. അമ്മയുടെ കയ്യിൽ നിന്ന് ഒരിക്കലും വഴുതി വീടില്ലെന്ന ആത്മവിശ്വാസം ഓരോ കുഞ്ഞുങ്ങളുടെയും മനസ്സിലുണ്ട്. എന്നാൽ ഇക്കാലത്ത് നെഞ്ചോട് ചേർത്ത് നിർത്തുന്ന ചില അമ്മമാരുടെ ഉള്ളിൽ പോലും ചതിയാണ്, ഒരു കൊലയാളിയുടെ മനസ്സാണ്. ആലുവയിലെ തെരുവീഥിയിലൂടെ അമ്മയുടെ ഒക്കത്തിരുന്ന് പോകുന്ന കല്യാണി എന്ന 3 വയസ്സുകാരി ഒരു നൊമ്പര കാഴ്ചയാണ്. ജനിച്ചു വീണപ്പോൾ മുതൽ വീട്ടിലെ കലഹം കണ്ടു വളർന്ന കല്യാണിക്കുട്ടി 3 വയസ്സിനിടെ അമ്മയിൽ നിന്നും കുറേ ക്രൂരതകൾ ഏറ്റുവാങ്ങിയതാണ്. അങ്കണവാടിയിൽ കളിച്ചും ചിരിച്ചും പാറിപ്പറന്ന് നടന്ന ആ കുരുന്നിനെ എന്തിനാണ് പെറ്റമ്മ കൊലപ്പെടുത്തിയത്? ഇതോടൊപ്പം 2.5 വയസ്സുള്ള മകളെ ആൺ സുഹൃത്ത് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കാഴ്ച നോക്കി നിന്ന മറ്റൊരു യുവതിയെക്കുറിച്ചും കേട്ടു. ഇവർ മാതൃത്വത്തിന് തന്നെ അപമാനമാണ്. ഈ കേസുകൾ ഉൾപ്പെടെ വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. കല്യാണി എന്ന 3 വയസ്സുകാരിക്ക് വേണ്ടി ഒരു നാട് മുഴുവൻ കഴിഞ്ഞ രാത്രി ഉറക്കമിളച്ച് തിരച്ചിൽ നടത്തിയതാണ്. അവൾ തിരികെ വരുന്നത് നോക്കി പ്രാർത്ഥനയോടെ കാത്തിരുന്നതാണ്. എന്നാൽ 8 മണിക്കൂറോളം നീണ്ട തിരച്ചിലിനൊടുവിൽ ആലുവ മൂഴിക്കുളം പാലത്തിന് സമീപം ചാലക്കുടി പുഴയിൽ ആ കുരുന്നിൻ്റെ മൃതദേഹം കണ്ടെത്തുന്നു. തൃപ്പൂണിത്തുറ തിരുവാങ്കുളം സ്വദേശി സുഭാഷിൻ്റെ മകൾ കല്യാണിയെ സ്വന്തം അമ്മയാണ് പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയത്. കേസിൽ പ്രതി കുറ്റം സമ്മതിച്ചതോടെ അമ്മ സന്ധ്യയെ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്തിനാണ് കുഞ്ഞിനെ കൊന്നതെന്ന ചോദ്യത്തിന് സന്ധ്യ ഇപ്പോഴും മറുപടി പറഞ്ഞിട്ടില്ല. യുവതിക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്. ഭർത്തൃ വീട്ടിലെ പ്രശ്നങ്ങളാണോ കൊലപാതകത്തിലേക്ക് നയിച്ചത്? ആരുടെയെങ്കിലും സഹായം ഇവർക്ക് ലഭിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ കാണാതായ 3 വയസ്സുകാരി കല്യാണിയുടെ മൃതദേഹം പുലർച്ചെ 2:20 പുഴയിൽ നിന്നും കണ്ടെത്തിയത്. തൃപ്പൂണിത്തുറ മറ്റക്കുഴിയിലെ അങ്കനവാടിയിൽ നിന്ന് തിങ്കളാഴ്ച വൈകിട്ട് 3:30 കല്യാണിയെ അമ്മ സന്ധ്യ കൂട്ടിക്കൊണ്ടുപോയത്. തുടർന്ന് ഇരുവരും തിരികെ എത്താത്തതിനാൽ വീട്ടുകാർ തിരച്ചിൽ ആരംഭിച്ചു. ഇതിനിടെ രാത്രി 7 മണിയോടെ സന്ധ്യ കുറുമശ്ശേരിയിലെ സ്വന്തം വീട്ടിലെത്തിയെങ്കിലും കുട്ടി കൂടെ ഉണ്ടായിരുന്നില്ല. പോലീസ് യുവതിയെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തതോടെയാണ് മൂഴിക്കുളം പാലത്തിന് സമീപത്ത് വെച്ച് കുഞ്ഞിനെ പുഴയിലെറിഞ്ഞതായി വ്യക്തമായത്. തുടർന്ന് ഈ ഭാഗത്ത് തെരച്ചിൽ നടത്തിയോടെയാണ് പാലത്തിന്റെ 3ാമത്തെ തൂണിന്റെ പരിസരത്ത് മണലിൽ പതിഞ്ഞു കിടക്കുന്ന നിലയിൽ കുട്ടിയുടെ മൃതദേഹം കണ്ടത്. ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിച്ച സന്ധ്യക്കെതിരെ പോലീസ് കൊലക്കുറ്റം ചുമത്തി. പ്രതിയുടെ അറസ്റ്റും രേഖപ്പെടുത്തി. കൊലപാതകത്തിന്റെ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല. പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി കോടതിയിൽ ഹാജരാക്കിയ ശേഷം കസ്റ്റഡിയിൽ വാങ്ങാനാണ് നീക്കം. ഇവർ കുട്ടിയെ കൊലപ്പെടുത്താൻ മുൻപും ശ്രമിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് ആലുവ റൂറൽ SP M ഹേമലത മാധ്യമങ്ങളോട് പറഞ്ഞു. കോൺട്രാക്ടറി സ്റ്റേറ്റ്മെന്റ് പറയാൻ പറ്റില്ല, പക്ഷേ അത് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് അങ്ങനെ മുന്നോട്ട് നമ്മൾ എടുക്കാൻ പറ്റില്ലല്ലോ. സോ വി ഹാവ് ടു ഗെറ്റ് ദ ബാക്കി എവിഡൻസസ് ഓൾസോ. ഫാമിലി മെമ്പേഴ്സിനെ ചോദ്യം ചെയ്യണം. ഇനി തുടങ്ങണം. ഇതുവരെ നമുക്കൊന്നും വ്യക്തമായിട്ടില്ല. സോ ഇനിയാണ് കുറച്ചും കൂടി കാം ഡൗൺ ആയതിനു ശേഷം ഫാമിലിന്റെ ക്ലോസ് റിലേറ്റീവ്സിന്റെ മൊഴിയിലേക്ക് നമ്മൾ എഴുതും. ഭർത്തൃ വീട്ടുകാരുമായുള്ള പ്രശ്നങ്ങളെ തുടർന്ന് സന്ധ്യ തിങ്കളാഴ്ച വൈകുന്നേരമാണ് സ്വന്തം വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് കുഞ്ഞിനെയും കൂട്ടി യാത്ര തിരിച്ചത്. ഇതിനിടെ യുവതി കുഞ്ഞിനെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തുകയായിരുന്നു. കൊലപാതകത്തിന് പിന്നിൽ ഭർത്തൃ വീട്ടിലെ പീഡനമാണോ എന്നും പോലീസ് അന്വേഷിക്കും. യുവതി മാനസിക വെല്ലുവിളി നേരിടുന്നുണ്ടെന്നും കുടുംബ പ്രശ്നങ്ങളുണ്ടെന്നുമാണ് ബന്ധുക്കൾ പറയുന്നത്. എന്നാൽ ഈ വാദങ്ങൾ തള്ളിയ ഭർത്താവ് സുഭാഷ് സന്ധ്യ കുട്ടിയെ അകാരണമായി അടിക്കുകയും ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുന്നത് പതിവായിരുന്നുവെന്ന് ആരോപിച്ചു. അതേസമയം സന്ധ്യയ്ക്ക് പ്രായത്തിനനുസരിച്ചുള്ള ബുദ്ധിവളർച്ചയില്ലെന്നാണ് അവരുടെ കുടുംബം പറയുന്നത്. ബുദ്ധിവളർച്ച കുറവുള്ളതായി ഡോക്ടർ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ടെന്നും മകളെ സുഭാഷ് മർദ്ദിച്ചിരുന്നുവെന്നും അമ്മ അല്ലി പറഞ്ഞു. ദേഷ്യം വരും, ദേഷ്യം വന്നാൽ ഭയങ്കര ഇതാണ്, അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. തല്ലും, ഇങ്ങനെ കുരക്കിന് പിടിക്കും, അങ്ങനെ പിടിക്കും, ഇവിടെ കണ്ണത്തടിക്കും, അങ്ങനെ ഇത്തിരി വെള്ളവും കുടിക്കും ആള്. പറയാനോ തല്ലൂന്നൊക്കെ പറയുള്ളൂ. സന്ധ്യ നേരത്തെയും കുഞ്ഞിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നതായി അയൽവാസിയും ബന്ധുക്കളും പറഞ്ഞു. ഐസ്ക്രീമിൽ വിഷം കലർത്തിയാണ് കൊല്ലാൻ ശ്രമിച്ചത്.
മുതിർന്ന കുട്ടി അന്ന് ബഹളം വച്ചതോടെ ശ്രമം പരാജയപ്പെട്ടു. കുട്ടികളെ ടോർച്ച് കൊണ്ട് തലക്കഴിച്ചിട്ടുണ്ടെന്നും വിവരമുണ്ട്. പെറ്റമ്മ സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തിയതിന്റെ നടുക്കത്തിലാണ് നാട്ടുകാരും ബന്ധുക്കളും. കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മറ്റക്കുഴിയിലെ വീട്ടിലേക്ക് കല്യാണിയുടെ ചേതന ശരീരം എത്തിച്ചപ്പോഴേക്കും പലരും വിങ്ങിപ്പൊട്ടി. കല്യാണിയെ അവസാനമായി കാണാൻ നൂറുകണക്കിന് ആളുകളാണ് ഒഴുകിയെത്തിയത്. തിരുവാണിയൂർ പൊതുശ്മശാനത്തിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ. ന്യൂസ് 18 കൊച്ചി. മഴയും ഇരുട്ടുമൊന്നും വകവെക്കാതെ പോലീസും നാട്ടുകാരും പരിശ്രമിച്ചിട്ടും കല്യാണിയെ ജീവനോടെ കിട്ടാത്തതിൻ്റെ സങ്കടം. പെറ്റമ്മയുടെ ക്രൂരതയെക്കുറിച്ച് ഓർക്കുമ്പോൾ നടുക്കം. എറണാകുളം തിരുവാണിയൂരിലെയും ആലുവയിലെയും നാട്ടുകാർക്ക് കഴിഞ്ഞ രാത്രി കണ്ണീരോർമ്മയാണ്. രാത്രി അമ്മയ്ക്കൊപ്പം യാത്ര ചെയ്ത കുഞ്ഞിനെ കാണാതായെന്ന് കേട്ടപ്പോൾ ആരോ തട്ടിക്കൊണ്ടുപോയെന്ന വാർത്തയാണ് ആദ്യം പറഞ്ഞത്. പിന്നീടാണ് കല്യാണി എന്ന 3 വയസ്സുകാരിയെ സ്വന്തം അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയതാണെന്ന് കണ്ടെത്തിയത്. മറ്റക്കുടി സ്വദേശി സുഭാഷിൻ്റെ മകൾ കല്യാണിയുടെ മൃതദേഹം 8.5 മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിൽ പുലർച്ചെയോടെ 6 അംഗ സ്കൂബ ടീം ചാലക്കുടി പുഴയിൽ നിന്നും കണ്ടെത്തുകയായിരുന്നു. തിരുവാണിയൂരിലെ അങ്കണവാടിയിൽ തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞ് 3:15 അമ്മ സന്ധ്യ എത്തുമ്പോൾ 3.5 വയസ്സുകാരി കല്യാണി ഉറക്കം കഴിഞ്ഞ് പാല് കുടിക്കുന്ന സമയമായിരുന്നു. 3:30 അമ്മയുടെ കൈയും പിടിച്ച് സന്തോഷത്തോടെ പുറത്തേക്ക് പോയ കല്യാണി പിന്നീട് കണ്ണീർ കഥയായി. അങ്കണവാടിയിൽ നിന്ന് 3:30 ഇറങ്ങി രാത്രി 7 മണിയോടെ കുറുമശ്ശേരിയിലെ വീട്ടിലെത്തിയ സന്ധ്യക്കൊപ്പം കുഞ്ഞില്ലായിരുന്നു. അവിടെ മുതലാണ് ഒരു നാടിനെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയ സംഭവങ്ങളുടെ തുടക്കം. ഭർത്താവിന്റെ മറ്റക്കുഴിയിലെ വീട്ടിൽ നിന്ന് തിരുവാങ്കുളം വരെ സന്ധ്യയും കുഞ്ഞും ഓട്ടോറിക്ഷയിലാണ് പോയത്. അവിടെ നിന്ന് ആലുവയിലേക്കുള്ള ബസ്സിൽ കയറി. ആലുവ വരെ ബസ്സിൽ കുട്ടി ഒപ്പമുണ്ടായിരുന്നുവെന്നും പിന്നീട് കണ്ടില്ലെന്നുമാണ് അമ്മയുടെ മറുപടി. ആലുവയിൽ വെച്ച് കുഞ്ഞിനെ നഷ്ടപ്പെട്ടെന്നും അതല്ല ബസ്സിൽ വെച്ച് നഷ്ടപ്പെട്ടെന്നും തന്റെ കയ്യിൽ നിന്ന് പോയെന്നും പരസ്പര വിരുദ്ധമായ വിവരങ്ങളാണ് വീട്ടുകാരും അയൽവാസികളും ചോദിച്ചപ്പോൾ സന്ധ്യ പറഞ്ഞത്. 8 മണിയോടെ വീട്ടുകാർ പുത്തൻകുരിശ് പോലീസിൽ വിവരം അറിയിച്ചു. അവർ പലയിടത്തും തെരച്ചിൽ നടത്തിയെങ്കിലും സൂചനയൊന്നും ലഭിച്ചില്ല. കുഞ്ഞിനെ കാണാതായത് സംബന്ധിച്ച് പോലീസിനോട് പരസ്പര വിരുദ്ധമായാണ് മൊഴി നൽകിയതെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥർ സന്ധ്യ യാത്ര ചെയ്ത വഴികൾ പരിശോധിച്ചു. അതിനിടെ മൂഴിക്കുളത്ത് കുട്ടിയുമായി വന്നിറങ്ങിയ സന്ധ്യയുടെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞത് പോലീസിന് ലഭിച്ചു. സമയത്ത് തിരുവാങ്കുളം മുതൽ സന്ധ്യയുടെ വീട് വരെയുള്ള ഭാഗങ്ങളിലും ഈ മേഖലയിലെ റെയിൽവേ ബസ് സ്റ്റാൻഡ് പരിസരങ്ങളിലുമെല്ലാം പോലീസ് പരിശോധന നടത്തുന്നുണ്ടായിരുന്നു. മൂഴിക്കുളം വരെ എത്തിയതിന്റെ തെളിവ് ലഭിച്ചതോടെ സന്ധ്യ താൻ കുഞ്ഞിനെ ഇവിടെ പാലത്തിൽ ഉപേക്ഷിച്ചു എന്ന് തുറന്നു പറഞ്ഞു. രാത്രി 10 മണിയോടെ നാട്ടുകാരും പോലീസും അഗ്നിരക്ഷാസേനയും മൂഴിക്കുളം ഭാഗത്ത് തെരച്ചിൽ നടത്തി. ഇതിനിടെ മൂഴിക്കുളം വരെ അമ്മയും കുഞ്ഞും എത്തിയതിന്റെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. പ്രദേശത്ത് മഴ കനത്തെങ്കിലും അഗ്നിരക്ഷാസേനയും നാട്ടുകാരും പരിശോധന തുടർന്നു. ആഴമുള്ള സ്ഥലമായതിനാൽ സ്കൂബ ടീമിനെ വിളിക്കാൻ തീരുമാനം. രാത്രി 12:15 ആലുവയിൽ നിന്നുള്ള UK സ്കൂബ ടീം എത്തുന്നു. 1 മണിയോടെ സ്കൂബ ടീം ചാലക്കുടി പുഴയിൽ തിരച്ചിൽ ആരംഭിക്കുന്നു. പുലർച്ചെ 2 മണിക്ക് ശേഷവും തിരച്ചിൽ തുടർന്നു. പോലീസും നാട്ടുകാരും രാത്രി ആരംഭിച്ച തിരച്ചിൽ പുലർച്ചെ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തും വരെ നീണ്ടു. 8.5 മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിലാണ് 6 അംഗ സ്കൂബ ടീം ചാലക്കുടി പുഴയിൽ നിന്ന് കല്യാണിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ന്യൂസ് 18 കൊച്ചി. കണ്ണൂർ പയ്യാവൂരിന് സമീപം കാഞ്ഞിരക്കൊല്ലി എന്ന സ്ഥലത്തെ നാട്ടുകാർ ഒരു ബൈക്കിന്റെ ഇരമ്പൽ ശബ്ദം കേട്ടതാണ്. പിന്നെ കൂട്ട നിലവിളി.
ആളുകൾ ഓടിക്കൂടിയപ്പോഴേക്കും കൃത്യം നടത്തിയ കൊലയാളി സംഘം അതേ ബൈക്കിൽ തന്നെ കടന്നു കളഞ്ഞു. കാഞ്ഞിരക്കൊല്ലി ആമനത്തോട് സ്വദേശി നിതീഷ് ബാബുവിനെ പട്ടാപ്പകൽ ഭാര്യയുടെ കൺമുന്നിലിട്ടാണ് വെട്ടിക്കൊലപ്പെടുത്തിയത്. ആക്രമണം തടയാൻ ശ്രമിച്ച ഭാര്യ ശ്രുതിയെയും സംഘം വെട്ടി പരിക്കേൽപ്പിച്ചു. പൾസർ ബൈക്കിലെത്തിയ 2 അംഗ സംഘമാണ് ആക്രമണത്തിന് പിന്നിൽ. സാമ്പത്തിക പ്രശ്നത്തെ തുടർന്നുണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക വിവരം. ഉച്ചയോടെയായിരുന്നു നാടിനെ നടുക്കിയ അരുംകൊല. വീടിന് സമീപം ആയുധ നിർമ്മാണത്തിനുള്ള ആല നടത്തുകയായിരുന്നു 31-കാരനായ നിതീഷ് ബാബു. ബൈക്കിലെത്തിയ 2 പേരാണ് കൊലപാതകം നടത്തിയത്. വാക്ക് തർക്കത്തെ തുടർന്ന് വാക്കത്തിയെടുത്ത് നിതീഷിനെ വെട്ടുകയായിരുന്നുവെന്നാണ് വിവരം. തടയാൻ ചെന്ന നിതീഷ് ബാബുവിന്റെ ഭാര്യ ശ്രുതിക്കും വെട്ടേറ്റു. ഇവരുടെ കൈക്കും വിരലുകൾക്കുമാണ് പരിക്ക്. ആക്രമണശേഷം പ്രതികൾ ബൈക്കിൽ കയറി രക്ഷപ്പെട്ടു. പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടില്ല. നമ്മളൊരു 12 മണിയായപ്പോഴാണ് നമ്മൾ അറിയുന്നത് സംഭവം. പിന്നത്തതൊന്നും നമുക്കറിയത്തില്ല. എങ്ങനെയാ, എന്താ സാമ്പത്തിക ഇടപാടാണോ എങ്ങനെയാണെന്നൊന്നും നമുക്കറിയത്തില്ല. ഈ കൊന്നോരി അറിയത്തില്ല, ആരാ വന്ന് ചെയ്തിട്ട് പോയെന്ന് പോലും നമുക്കറിയത്തില്ല. ഒരാളെ കണ്ടാലല്ലേ നമുക്കറിയത്തില്ല. നമ്മളെന്നും വരുന്നതാണ്, നമ്മളെ മകളെ വീടുമാണ്. നമുക്കൊന്നും അറിയാത്തൊരു അവസ്ഥയിലായിപ്പോയി. നമ്മളിവിടെ ഇല്ലാണ്ടായിപ്പോയി. അതേ നമുക്ക് പറയാനുള്ളൂ. ഞങ്ങളൊരു 11 മണിയാകുമ്പോഴാണ് സംഭവം അറിയുന്നത്. അപ്പോൾ നമ്മളിവിടെ എത്തി. അപ്പം ബൈക്കിന് 2 പേര് വന്നിട്ട് ഇവനെ വിളിച്ചു വരുത്തിയിട്ട്, ഇവൻ കടയിലായിരുന്നു, നിതീഷ് കടയിലായിരുന്നു. അപ്പം വിളിച്ചു വരുത്തിയിട്ടാണ് വീട്ടിൽ നിന്ന് വിട്ടുപോയി ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ ഭാര്യയ്ക്കും ചെറിയ മുറിവുണ്ട്. കൈപ്പത്തി വിരൽ 2 പോയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളത് കണ്ടില്ല. സാമ്പത്തിക ഏതോ ഇതുണ്ടെന്നാണ് പറഞ്ഞത്. സാമ്പത്തികത്തിൻ്റെ ഏതാണ്ട് ഇടപാടുണ്ടായിരുന്നു. അപ്പോൾ അത് പറഞ്ഞ ഏതോ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കമുണ്ടായി. ഇങ്ങനെ കൊലപാതകത്തിലേക്ക് കലാശിച്ചു. സാമ്പത്തിക പ്രശ്നത്തെ തുടർന്നുണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക വിവരം. പയ്യാവൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. പ്രതികൾക്കായി തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. തോക്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഇടപാടിനെ ചൊല്ലിയാണ് തർക്കമുണ്ടായതെന്നാണ് സൂചന. ഇക്കാര്യങ്ങളെല്ലാം പോലീസ് അന്വേഷിച്ചു വരികയാണ്. നമ്മൾ ഭാര്യയെടുത്ത് വിളിച്ച് ചോദിച്ചു. ഭാര്യ ആശുപത്രി കൊണ്ടുപോയേക്കുന്നു. ചോദിച്ചു സാമ്പത്തിക ഇടപാടിൻ്റെ വിഷയത്തിലുണ്ടായ തർക്കമാണ് ഇതിന് കാരണമെന്നാണ് പറഞ്ഞത്. ബാക്കി നമ്മൾ പ്രതികളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രീഫ് പറയുന്ന ആൾക്കാരെ നമ്മളൊന്ന് വെരിഫൈ ചെയ്യണം. പേരൊന്നും അവർക്ക് കറക്റ്റ് അറിയത്തില്ല. ആക്ച്വൽ റീസൺ സാമ്പത്തിക ഇടപെടാണ് പറയുന്നത്. സാമ്പത്തിക ഇങ്ങനെ ഓരോ ഇതൊക്കെ ചെയ്യുന്നല്ലേ, നമ്മളെ കൊല്ലപ്പണിയല്ലേ, അതിൻ്റെ എന്തോ വിഷയത്തിലുണ്ടായ പൈസയുടെ ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു വിഷയം പൈസ ചോദിച്ചപ്പോൾ ഉണ്ടായ ഇതാണെന്ന് പറഞ്ഞു. അതിൻ്റെ അത്രേ അവർ പറഞ്ഞിട്ടുള്ളൂ. ബൈക്കിലെത്തിയവർ ഇതിനു മുൻപും ഇവിടെ വന്നവരാണെന്നും പറയപ്പെടുന്നുണ്ട്. ചികിത്സയിൽ കഴിയുന്ന ശ്രുതിയുടെ മൊഴിയെടുത്താൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകൂ. നിതീഷിന്റെ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ന്യൂസ് 18 കണ്ണൂർ. അമ്മയെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ കരുതലും വാത്സല്യവും ഒക്കെയാണ് ഓർമ്മ വരുന്നത്, അല്ലേ? കുട്ടിക്കാലത്ത് അമ്മയുടെ കൈപിടിച്ച് നടക്കുമ്പോൾ കിട്ടുന്ന ഒരു സുരക്ഷിതത്വമുണ്ട്. അത് അനുഭവിക്കാത്തവർ കുറവായിരിക്കും. എന്നാൽ ഇക്കാലത്തെ ചില അമ്മമാർ, അവരെ അങ്ങനെ വിളിക്കാമോ എന്നറിയില്ല, മാതൃത്വം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത സ്ത്രീകളെ കാണാം. മുംബൈയിൽ അമ്മയുടെ കൺമുന്നിൽ വെച്ചാണ് സുഹൃത്ത് 2.5 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയത്. കേസിൽ അമ്മയെയും 19 വയസ്സുള്ള സുഹൃത്തിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. മുംബൈയിലെ മാൽവാനിയിൽ വെച്ചായിരുന്നു സംഭവം. കുട്ടിക്ക് അപസ്മാരം ബാധിച്ചെന്നായിരുന്നു അമ്മ ഡോക്ടറോട് പറഞ്ഞത്. എന്നാൽ സ്വകാര്യ ഭാഗങ്ങളിലെ അടക്കം മുറിവുകൾ കണ്ടതോടെ ആശുപത്രി അധികൃതർ പോലീസിനെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത്. ലൈംഗിക പീഡനത്തിനിടെ ശ്വാസം മുട്ടിയാണ് കുട്ടി മരിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്.
രമ്യയെയും 19 വയസ്സുള്ള ആൺ സുഹൃത്തിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. അമ്മ നോക്കി നിൽക്കുകയായിരുന്നു കൊലപാതകമെന്ന് പോലീസ് പറഞ്ഞു. പോക്സോ അടക്കം വിവിധ വകുപ്പുകൾ ചുമത്തിയാണ് പ്രതികൾക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. പ്രതികളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. കേസിൽ കൂടുതൽ അന്വേഷണം നടന്നു വരുന്നതായും പോലീസ് അറിയിച്ചു. ന്യൂസ് 18 മുംബൈ. പത്തനംതിട്ടയിൽ കഞ്ചാവ് ബീഡി വലിച്ചെന്ന് സംശയിച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ചയാളെ തൂങ്ങി മരിച്ചതിൽ കണ്ടെത്തിയതിൽ ദുരൂഹത. കോയിപ്പുറം സ്വദേശി സുരേഷിനെ ഇക്കഴിഞ്ഞ മാർച്ച് 16-നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പിന്നീട് ചോദ്യം ചെയ്ത് വിട്ടയച്ചെങ്കിലും 3 ദിവസം കഴിഞ്ഞ് പോലീസ് വീണ്ടും വിളിപ്പിച്ചു. അന്ന് സ്റ്റേഷനിൽ വെച്ച് സുരേഷിന് മർദ്ദനമേറ്റിരുന്നു. പിറ്റേന്ന് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയതാണ്. ശരീരമാസകലം മർദ്ദനമേറ്റതായും വാരിയെല്ലുകൾക്ക് പൊട്ടലുള്ളതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. മരിക്കുന്നതിന് മുൻപ് 3 പേർ വീട്ടിലെത്തി സുരേഷിനെ കാറിൽ കൂട്ടിക്കൊണ്ടുപോയതായി കുടുംബം പറയുന്നു. മാർച്ച് 16-ാം തീയതിയാണ് കഞ്ചാവ് ബീഡി വലിച്ചെന്ന സംശയത്തിന്റെ പേരിൽ സുരേഷിനെ കോയിപ്പുറം പോലീസ് കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയച്ച സുരേഷിനെ 19-ാം തീയതി വീണ്ടും കോയിപ്പുറം പോലീസ് ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തി. അന്ന് അമ്മയോടൊപ്പമാണ് സുരേഷ് സ്റ്റേഷനിലെത്തിയതെന്ന് പോലീസ് പറയുന്നു. ഇതിനുശേഷമാണ് 22-ാം തീയതി കോന്നിയിലെ ആളൊഴിഞ്ഞ കൃഷിത്തോട്ടത്തിൽ സുരേഷിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. കോയിപ്പുറം സ്റ്റേഷനിൽ സുരേഷിന് ക്രൂരമായ മർദ്ദനമേറ്റതായി സഹോദരൻ സണ്ണി ആരോപിക്കുന്നു. ആരുടെ കയ്യിൽ നിന്നാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് എനിക്കറിയണം. ഇവിടെ മരണപ്പെടാൻ ഇവിടെ ഇത്രയും സ്ഥലം കൊണ്ട് 38-40 കിലോമീറ്റർ അത് പോന്നിട്ട് അവിടെ പോയി തൂങ്ങേണ്ടതായ യാതൊരു കാരണമാണ് സംഭവിച്ചിട്ടുള്ളത്. അതൊക്കെ എന്താണെന്നുള്ളത് എനിക്ക് വ്യക്തമാക്കാം. തിരിച്ചുപോയതിനെ പറ്റി എനിക്ക് അറിയില്ല. പക്ഷേ ഇവിടെ അതാരാന്ന് എനിക്കും അറിയേണ്ടത്. എനിക്കറിയേണ്ടത് ആരാണ്. കൺസേൺഡ് ഞാനത് പറഞ്ഞില്ല. എൻ്റെ ഏട്ടനല്ല കഷ്ടപ്പെടുന്നത്. എനിക്ക് അറിയാമില്ല. 4 അടി 2 അടിയിലൊക്കെ അടിച്ച് പൊട്ടിയിട്ടുണ്ട്. അവിടെ ഇനി 6-ാം നില ഇവിടെ ഇങ്ങനെ അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് കണ്ണിൻ്റെ ഈ ഭാഗത്ത് അടിയുണ്ട്. ശരീരത്തിൽ അവിടെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ട്. ഇതിനിടയിൽ സുരേഷ് മരിക്കുന്നതിന് 2 ദിവസം മുമ്പ് വീട്ടിൽ 3 പേരെത്തി കാറിൽ കൂട്ടിക്കൊണ്ടുപോയതായി അമ്മ പറഞ്ഞു. എപ്പോഴാണ് വന്നിട്ട് പോയത്? 11 മണിയായി. യൂണിഫോമിലായിരുന്നു. എത്ര പേരുണ്ടായിരുന്നു? അവർ 3 പേര് യൂണിഫോമിലായിരുന്നു. പോലീസിന്റെ തൊപ്പിയൊക്കെ ഉണ്ടായിരുന്നു. വന്ന് എന്തോ പറഞ്ഞു? അവനെ വന്ന് വിളിച്ചു. അവനും കൂടെ പോയി. അമ്മ ഒന്നും ചോദിച്ചില്ലേ? ഞാൻ പോലീസുകാരായോണ്ട് ഞാൻ ഒന്നും ചോദിച്ചില്ല. പോലീസുകാരുടെ വേഷത്തിലായതുകൊണ്ട് അവനെ കയറി വിളിച്ചപ്പോൾ ഞാൻ ഓർത്തു അപ്പൊ ഇവനെ എങ്ങനെ പോലീസുകാർ വിളിച്ചോണ്ട് പോവുകയൊക്കെ ചെയ്യാൻ വരും. അങ്ങനാന്നാ ഞാൻ വിചാരിച്ചു. പിന്നെ മോൻ തിരിച്ചു വന്നില്ല. കാണാതെ വന്നപ്പോൾ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി തിരക്കി. അവർ പറഞ്ഞവിടെ വന്നിട്ടില്ലെന്ന് പറഞ്ഞ് പിന്നെ പലയിടത്തോട്ട് എല്ലായിടത്തും പോയി പിന്നെ അന്വേഷിച്ചു. അന്നേരം പത്തനംതിട്ട മോർച്ചയിൽ കൊണ്ട് തിരിച്ചാകുന്നു ഞങ്ങൾക്ക് അറിയിച്ചു. പിന്നെ അവൻ്റെ ഇളയവനുണ്ടായിരുന്നു. അവനിപ്പം വരും. അവൻ പോയി തിരിച്ച് അവനെ കൊണ്ടുപോകും. ശവം കൊണ്ടുപോകും. മരിച്ച മോന്റെ പേരെന്താണ്? മരിച്ചവൻ്റെ പേര് അവൻ്റെ പേര് ബാബു എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. സുരേഷ് നായർ എല്ലാവരും അറിയപ്പെടുന്ന പേര്. ഭാര്യയും മക്കളൊക്കെ ഉണ്ടോ? 4 പിള്ളേരും ഒരു ഭാര്യയുണ്ട്. കോന്നി ഇളകൊള്ളൂരിലെ കൃഷിത്തോട്ടത്തിലാണ് സുരേഷിനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ശരീരമാസകലം മർദ്ദനമേറ്റ പാടുകളുണ്ടെന്നും വാരിയെല്ലുകൾക്ക് പൊട്ടലുണ്ടെന്നുമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ സുരേഷ് ആത്മഹത്യ ചെയ്തു എന്ന FIR തിരുത്താനോ കൂടുതൽ അന്വേഷണം നടത്താനോ പോലീസ് തയ്യാറായില്ലെന്നും കുടുംബം ആരോപിച്ചു. സംഭവത്തിൽ കോയിപ്പുറം പോലീസിനെതിരെ മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. ന്യൂസ് 18 പത്തനംതിട്ട. കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ തട്ടും. അതാണ് കേരള പോലീസിന്റെ എക്കാലത്തെയും നയം. അങ്ങനെ നിരപരാധികളായ നിരവധി പേരുടെ ജീവിതമാണ് പോലീസിന്റെ വീഴ്ചകൾ കാരണം തകർന്നിട്ടുള്ളത്.
തിരുവനന്തപുരത്ത് മോഷണക്കുറ്റം ആരോപിച്ച് ദളിത് സ്ത്രീയെ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ മാനസികമായി പീഡിപ്പിച്ച സംഭവത്തിൽ കൂടുതൽ പോലീസുകാർ കുറ്റക്കാരെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ. തിരുവനന്തപുരം കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ നടത്തിയ അന്വേഷണത്തിലാണ് സസ്പെൻഷനിലായ SIക്ക് പുറമെ 2 പേർക്ക് കൂടി വീഴ്ച സംഭവിച്ചെന്ന് കണ്ടെത്തിയത്. മോഷണക്കേസിലെ നടപടിക്രമങ്ങൾ ഇരുവരും പാലിച്ചില്ലെന്നും റിപ്പോർട്ടിലുണ്ട്. സിറ്റി പോലീസ് കമ്മീഷണർ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം നടപടിയുണ്ടാകും. ജോലിക്ക് നിന്ന വീട്ടിൽ നിന്നും 2.5 പവൻ സ്വർണം മോഷ്ടിച്ചു എന്ന പരാതിയിലായിരുന്നു ചുള്ളിമാനൂർ സ്വദേശിനി ബിന്ദുവിനെ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ വിളിച്ചുവരുത്തി SI ഉൾപ്പെടെയുള്ള പോലീസുകാർ മാനസികമായി പീഡിപ്പിച്ചത്. കഴിഞ്ഞ മാസം 23-ന് നടന്ന സംഭവത്തിൽ യുവതി മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും P ശശിക്കും ഉൾപ്പെടെ പരാതി നൽകിയിരുന്നുവെങ്കിലും നടപടികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം സംഭവം പുറത്തു വന്നതോടുകൂടിയാണ് വകുപ്പ് തല പ്രാഥമിക അന്വേഷണം നടക്കുകയും കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ SI SG പ്രസാദിനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തത്. തുടർന്ന് സംഭവത്തിൽ തിരുവനന്തപുരം കന്റോൺമെന്റ് AC നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് സസ്പെൻഷനിലായ SIക്ക് പുറമെ 2 പേർക്ക് കൂടി വീഴ്ച സംഭവിച്ചുവെന്ന് കണ്ടെത്തിയത്. മോഷണക്കേസിലെ നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്നും അനധികൃതമായി ബിന്ദുവിനെ കസ്റ്റഡിയിലെടുക്കുകയും രാത്രി തെളിവെടുപ്പിന് കൊണ്ടുപോവുകയും ചെയ്തുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. തിരുവനന്തപുരം കന്റോൺമെന്റ് AC നടത്തിയ അന്വേഷണ റിപ്പോർട്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറി. ഈ റിപ്പോർട്ട് പരിശോധിച്ച ശേഷമാകും കൂടുതൽ നടപടി സ്വീകരിക്കുക. SIക്ക് പുറമെ കുറ്റാരോപിതരായ 2 സിവിൽ പോലീസ് ഓഫീസർമാർക്കെതിരെയും നടപടി ഉണ്ടാകുമെന്നാണ് സൂചന. തിരുവനന്തപുരം. പണമുള്ളവന് മുന്നിൽ കുമ്പിട്ട് നിൽക്കുന്ന, അവർക്ക് വഴിവിട്ട് സഹായങ്ങൾ ചെയ്യുന്ന ചില പോലീസുകാർ സേനയ്ക്ക് തന്നെ നാണക്കേടാണ്. തിരുവനന്തപുരം മ്യൂസിയം സ്റ്റേഷനിലെ SI ഷെഫിൻ കാക്കിക്ക് തന്നെ കളങ്കം വീഴ്ത്തിയിരിക്കുന്നു. തട്ടിപ്പ് കേസിലെ പ്രതിയെ ഹരിദ്വാർ കോടതിയിൽ ഹാജരാക്കുന്നതിൽ കാലതാമസം വരുത്തിയ SIയെ ഒടുവിൽ സസ്പെൻഡ് ചെയ്തു. സിറ്റി പോലീസ് കമ്മീഷണറാണ് ഇയാൾക്കെതിരെ നടപടി സ്വീകരിച്ചത്. ഹരിദ്വാറിലേക്കുള്ള യാത്രയിൽ ചട്ടവിരുദ്ധ നടപടികൾ ഉണ്ടായെന്ന് മാത്രമല്ല, തിരികെയുള്ള പോലീസുകാരുടെ യാത്ര വിമാനത്തിലായിരുന്നുവെന്നതും കേസിന്റെ ഗൗരവം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വനിതാ പ്രതിയുമായി ഹരിദ്വാറിലേക്കുള്ള യാത്രയിൽ ചട്ടവിരുദ്ധ നടപടികൾ കണ്ടെത്തിയിരുന്നു. പ്രതിയെ സ്വകാര്യ ഹോട്ടലിൽ 2 ദിവസം അനധികൃതമായി താമസിപ്പിച്ചു. ഫൈസലാബാദ് കോടതിയിൽ വിവരശേഖരണത്തിനെത്തിയപ്പോൾ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പ്രതിയുമായി കോടതിക്ക് മുന്നിൽ കാത്തിരിക്കേണ്ടി വന്ന സാഹചര്യവുമുണ്ടായി. തിരുവനന്തപുരത്ത് നടന്ന സാമ്പത്തിക തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടാണ് ഹരിദ്വാറിൽ നിന്ന് പ്രതിയെ ഇവിടെ എത്തിച്ചതും നടപടികൾ പൂർത്തിയാക്കി തിരികെ കൊണ്ടുപോയതും. തിരുവനന്തപുരം സ്വദേശിക്ക് 15 ലക്ഷം രൂപയാണ് നഷ്ടമായത്. മകൾക്ക് സ്പെയിനിൽ MBBSന് അഡ്മിഷൻ തരപ്പെടുത്താമെന്ന് വാഗ്ദാനം നൽകിയായിരുന്നു സാമ്പത്തിക തട്ടിപ്പ്. ഈ കേസിലെ 3-ാം പ്രതി മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് ഹരിദ്വാർ ജയിലിലായിരുന്നു. പ്രതിയെ തിരികെ ഹരിദ്വാറിൽ എത്തിച്ച ശേഷം EQ വഴി പോലീസ് സംഘത്തിന് മടങ്ങിവരാനുള്ള ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. എന്നാൽ ഉദ്യോഗസ്ഥർ വിമാനത്തിലാണ് തിരികെ എത്തിയത്. ഈ വിവരം മറച്ചുവെച്ചുവെന്നും SI ഷെഫിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവിൽ വ്യക്തമാക്കുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. കല്യാണ പന്തലിൽ ഭക്ഷണത്തെ ചൊല്ലിയുള്ള അടിയും ബഹളവും ചില നാട്ടിൽ പതിവ് കാഴ്ചയാണല്ലേ. ഭക്ഷണത്തിന് രുചി കുറഞ്ഞാലും തികഞ്ഞില്ലെങ്കിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവരുണ്ട്. കൊല്ലം തട്ടാമലയിൽ സാലഡ് വിളമ്പാത്തതിനെ ചൊല്ലിയാണ് പൊരിഞ്ഞ അടി നടന്നത്.
വിവാഹത്തിനെത്തിയ പലർക്കും ബിരിയാണിക്കൊപ്പം സാലഡ് വിളമ്പിയില്ലെന്ന് ആരോപിച്ചാണ് കാറ്ററിംഗ് തൊഴിലാളികൾ തമ്മിൽ സംഘർഷമുണ്ടായത്. ഒടുവിൽ പോലീസ് എത്തി രംഗം ശാന്തമാക്കി. സംഘർഷത്തിൽ ആർക്കും പരാതിയില്ലാത്തതിനാൽ കേസെടുത്തിട്ടില്ല. കൊല്ലം തട്ടാമല പിണക്കൽ ഭാഗത്തെ രാജധാനി ഓഡിറ്റോറിയത്തിലാണ് ആക്രമണമുണ്ടായത്. സംഘട്ടനത്തിൽ 4 പേർക്ക് തലയ്ക്ക് പരിക്കേറ്റു. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: വിവാഹത്തിൽ പങ്കെടുത്തവർക്കെല്ലാം ബിരിയാണി വിളമ്പിയ ശേഷം കാറ്ററിംഗ് തൊഴിലാളികൾ ആഹാരം കഴിക്കാനായി ഇരുന്നു. ഇവർ പരസ്പരം വിളമ്പിയ ബിരിയാണിക്കൊപ്പം ചിലർക്ക് സാലഡ് കിട്ടാതെ വന്നത് ചോദ്യം ചെയ്തതായിരുന്നു തർക്കത്തിന്റെ തുടക്കം. പിന്നീട് സാലഡ് കിട്ടിയവരും കിട്ടാത്തവരും തമ്മിൽ കയ്യാങ്കളിയിലേക്കെത്തി. ഒടുവിൽ ഇരുവിഭാഗങ്ങളായി തിരിഞ്ഞ് യുവാക്കൾ ഭക്ഷണം വിളമ്പിയ പാത്രങ്ങളുമായി ഏറ്റുമുട്ടുകയായിരുന്നു. ആക്രമണത്തിൽ 4 പേർക്ക് പരിക്കേറ്റു. പോലീസ് എത്തിയാണ് സംഘർഷത്തിന് അയവ് വരുത്തിയത്. എല്ലാവർക്കും തലയ്ക്കാണ് പരിക്ക്. പരിക്കേറ്റവരെ കൂട്ടിക്കടയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകി വിട്ടയച്ചു. വിഷയത്തിൽ ഇരവിപുരം പോലീസ് ഇരു കൂട്ടരെയും വിളിപ്പിച്ചെങ്കിലും ആർക്കും പരാതിയില്ലാത്തതിനാൽ കേസെടുത്തിട്ടില്ല. പ്രശ്നം പറഞ്ഞു പരിഹരിച്ചതായാണ് വിവരം. കൊല്ലം. മലയാളികൾ എത്രത്തോളം ധിക്കാരികളും അഹങ്കാരികളുമാണെന്ന് കേരളത്തിലെ പൊതുനിരത്തിലൂടെ യാത്ര ചെയ്താൽ മനസ്സിലാക്കാൻ കഴിയും. ഇവിടുത്തെ റോഡും സംവിധാനങ്ങളുമെല്ലാം ചിലരുടെ തറവാട്ട് സ്വത്താണെന്നാണ് വിചാരം. മറ്റ് യാത്രക്കാർക്ക് കടന്നു പോകാൻ അവസരം പോലും കൊടുക്കാത്തവരുണ്ട്. ഇടുക്കിയിൽ വാഹനത്തിന് സൈഡ് കൊടുക്കാത്തതിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ പോലീസുകാർക്ക് നേരെ പോലും ആക്രമണമുണ്ടായി. റോഡിൽ നിർത്തിയ വാഹനം മാറ്റാൻ ആവശ്യപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയായിരുന്നു. ശാന്തൻപാറ സ്റ്റേഷനിലെ പോലീസുകാരെ മർദ്ദിച്ച കേസിൽ പള്ളിക്കുന്ന് സ്വദേശി ജോൺസനെ അറസ്റ്റ് ചെയ്തു. ശാന്തൻപാറ ചേരിയാർ പുത്തടി ഭാഗത്ത് അതിർത്തി തർക്കവുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിക്കാൻ പോയ ഉദ്യോഗസ്ഥർക്കാണ് പരിക്കേറ്റത്. റോഡിൽ സൈഡ് കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നാണ് പ്രതി പോലീസുകാരെ ആക്രമിച്ചത്. വീതി കുറഞ്ഞ ചേരിയാർ പുത്തടി റോഡിൽ എതിർദിശയിൽ നിന്നും കാറിൽ വന്ന പള്ളിക്കുന്ന് സ്വദേശിയായ ജോൺസൺ പോലീസ് വാഹനത്തിന് കടന്നുപോകാൻ സൈഡ് കൊടുക്കാൻ തയ്യാറായില്ല. തുടർന്ന് കാറിൽ നിന്നുമിറങ്ങി ഉദ്യോഗസ്ഥരെ അസഭ്യം പറയുകയും മർദ്ദിക്കുകയുമായിരുന്നെന്നാണ് കേസ്. എസ്ഐമാരായ രാജ്നാരായണനും സാബുവിനും CPO ജിനോയ്ക്കുമാണ് പരിക്കേറ്റത്. മൊബൈൽ ഫോൺ കൊണ്ടും പ്രതി മർദ്ദിച്ചതായി പോലീസ് പറയുന്നു. പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥർ ശാന്തൻപാറ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി. പ്രതിയെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി. ഇടുക്കി. കാസർഗോഡ് എണ്ണപ്പാറയിലെ 16 വയസ്സുകാരിയായ ദളിത് പെൺകുട്ടിയുടെ കൊലപാതകം കേരളത്തിലെ കുറ്റകൃത്യങ്ങളുടെ ചരിത്രത്തിൽ സമാനതകളില്ലാത്തതാണ്. കേസിൽ പാണത്തൂർ സ്വദേശി ബിജു പൗലോസിനെ 1.5 പതിറ്റാണ്ടിന് ശേഷം അറസ്റ്റ് ചെയ്തെങ്കിലും ഇപ്പോഴും ചില സംശയങ്ങൾ ബാക്കിയാണ്. ബിജു തനിച്ചാണോ കൊലപാതകം നടത്തിയത്? ആരുടെയെങ്കിലും സഹായം അയാൾക്ക് ലഭിച്ചിരുന്നോ? ഇക്കാര്യങ്ങൾ കണ്ടെത്താൻ പ്രതിയെ 3 ദിവസത്തേക്ക് ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടു. മാതാപിതാക്കളുടെ പരാതിയിൽ കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്ന ബാറുടമയെക്കുറിച്ച് അന്വേഷിക്കാൻ ഹൈക്കോടതി ഉത്തരവായിട്ടുണ്ട്. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തി മുഴുവൻ കുറ്റക്കാരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് കുടുംബത്തിൻ്റെ ആവശ്യം.
അമ്പലത്തറ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ എണ്ണപ്പാറയിൽ 16 വയസ്സുകാരി ദളിത് പെൺകുട്ടിയുടെ കൊലപാതക കേസിൽ അറസ്റ്റിലായ പ്രതി പാണത്തൂർ ബാപ്പുങ്കയത്തെ ബിജു പോലോസിനെ 3 ദിവസത്തേക്കാണ് ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടത്. ഹോസ്ദുർഗ് കോടതിയാണ് പ്രതിയെ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി പി മധുസൂദൻ നായരുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടത്. പ്രതിയെ പാണത്തൂരിലെത്തിച്ച് ക്രൈംബ്രാഞ്ച് സംഘം തെളിവെടുപ്പ് തുടങ്ങി. ഫയർഫോഴ്സിന്റെ സ്കൂബ ടീമിന്റെ സഹായത്തോടെയാണ് പാണത്തൂർ പവിത്രങ്കയ പുഴയിൽ തെളിവെടുപ്പ് ആരംഭിച്ചത്. പെൺകുട്ടിയുടെ മൃതദേഹം ജീപ്പിൽ കയറ്റിക്കൊണ്ടുപോയി കല്ലുകെട്ടി പവിത്രങ്കയിൽ തള്ളിയെന്നാണ് ബിജു പോലോസ് നൽകിയ മൊഴി. മൃതദേഹവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തെളിവുകൾ ലഭിക്കുമോ എന്ന് പരിശോധിക്കാനാണ് തിരച്ചിൽ ആരംഭിച്ചത്. ജൂൺ 6-നാണ് കാഞ്ഞങ്ങാട്ടെ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നതിനിടെ പെൺകുട്ടിയെ കാണാതായത്. നേരത്തെ ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസ് CBIക്ക് വിടണമെന്നാവശ്യപ്പെട്ട് പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ ഹൈക്കോടതി കേസ് സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് വിടുകയായിരുന്നു. IG P പ്രകാശിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ബിജു പോലോസിനെ കഴിഞ്ഞ ദിവസം മടിക്കേരി അയ്യങ്കേരിയിൽ വെച്ച് അറസ്റ്റ് ചെയ്തത്. അതേസമയം കൊലപാതകത്തിന് പിന്നിൽ ഒരു ബാറുടമയ്ക്ക് ബന്ധമുണ്ടെന്ന് മാതാപിതാക്കൾ ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതേക്കുറിച്ച് അന്വേഷിക്കാനും ഹൈക്കോടതി ഉത്തരവായിട്ടുണ്ട്. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. റേപ്പ് ചെയ്യപ്പെട്ടത് പാണത്തൂർ വെച്ച് വളരെ മൃഗീയമായി ഗ്രൂപ്പായി നിന്ന് റേപ്പ് ചെയ്ത്, ഉത്തരേന്ത്യയിൽ കാണുന്ന പോലെയാണ്, റേപ്പ് ചെയ്ത് ആ കുട്ടിയെ ചവിട്ടി കൊലപ്പെടുത്തി കായലിൽ ചവിട്ടി താഴ്ത്തിയ ഒരു സംഭവമാണ് ഈ കേസിൻ്റെ ഒരു പ്രധാന കാര്യം എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കുക. ഇത് ഉത്തരേന്ത്യയിൽ മാത്രമല്ല, ഈ കാസർഗോഡ് ജില്ലയിൽ വ്യാപകമായ തോതിൽ നടക്കുകയാണ്. ഈ കുട്ടി രണ്ടാമത്തെയാണ്, വേറൊരു കുട്ടി കൂടിയുണ്ട്. ഇപ്പോൾ ആ അന്വേഷണം ഉത്തരമേഖല DIGയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടിയെയും ഗാങ് റേപ്പിന് വിധേയമാക്കി, ആദിവാസി കുട്ടിയാണ്, ഗാങ് റേപ്പിന് വിധേയമാക്കി ആ കുട്ടിയെ പിന്നീട് കൊന്ന് കുഴിച്ചു മൂടി എന്നുള്ളത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു കുട്ടിയല്ല, നിരവധി കുട്ടികൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ 2 കുട്ടികളുടെ കേസാണ് പുറത്തു വന്നിരിക്കുന്നത്. നിരവധി കേസുകൾ ഞങ്ങളുടെ നിരീക്ഷണത്തിലുണ്ട്. ആ കേസുകൾ കൂടി ഞങ്ങൾ പുറത്തു കൊണ്ടുവരും. കസ്റ്റഡിയിൽ ലഭിച്ച ബിജു പോലോസിനെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതോടെ കേസിൽ കൂടുതൽ വ്യക്തത വരുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണക്കുകൂട്ടൽ. ന്യൂസ് 18 കാസർഗോഡ്. ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിനെ സമൂഹ മാധ്യമങ്ങളിൽ വിമർശിച്ച കേസിൽ അറസ്റ്റിലായ മലയാളി യുവാവിൻ്റെ ജീവിതം ദുരൂഹതകൾ നിറഞ്ഞതാണ്. മഹാരാഷ്ട്രയിൽ അറസ്റ്റിലായ കൊച്ചി സ്വദേശി റിജാസിനെതിരെ അന്വേഷണ സംഘത്തിന് നിർണായകമായ ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. റിജാസ് ഡാർക്ക് വെബിൽ സജീവമായിരുന്നുവെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. ഇയാളുടെ മൊബൈൽ ഫോൺ അടക്കമുള്ള ഡിജിറ്റൽ ഉപകരണങ്ങൾ സൈബർ ഫോറൻസിക് ലാബിലേക്ക് അയച്ചിരിക്കുകയാണ്. ഈ മാസം 7-ന് നാഗപ്പൂരിലെ ഹോട്ടലിൽ നിന്നാണ് റിജാസിനെയും നിയമവിദ്യാർത്ഥിനിയായ സുഹൃത്ത് ഉഷാകുമാരിയെയും അറസ്റ്റ് ചെയ്തത്. സുഹൃത്തിനെ പിന്നീട് വിട്ടയച്ചു. 11-ന് റിജാസിന്റെ എറണാകുളത്തെ വസതിയിൽ നാഗപ്പൂർ പോലീസും മഹാരാഷ്ട്ര ATSഉം കേരള പോലീസും സംയുക്തമായി പരിശോധന നടത്തി. വീട്ടിൽ നിന്ന് ഡിജിറ്റൽ തെളിവുകൾ പോലീസ് ശേഖരിച്ചു. പെൻഡ്രൈവുകളും ഫോണും പുസ്തകങ്ങളും അടക്കം പരിശോധനയിൽ കണ്ടെടുത്തു. ഡിജിറ്റൽ ഉപകരണങ്ങൾ വിശദ പരിശോധനയ്ക്കായി അന്വേഷണ സംഘം സൈബർ ഫോറൻസിക് ലാബിലേക്ക് അയച്ചിരിക്കുകയാണ്. റിജാസിനെതിരെ UAPAയും ചുമത്തിയിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിനെ സമൂഹ മാധ്യമങ്ങളിലൂടെ വിമർശിച്ചതിനാണ് 26-കാരനായ റിജാസിനെ അറസ്റ്റ് ചെയ്തത്. റിജാസ് ഡാർക്ക് വെബിൽ സജീവമായിരുന്നെന്നും പ്രകോപനപരമായ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാറുണ്ടെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു. രഹസ്യാത്മകത സൂക്ഷിച്ചുകൊണ്ടുള്ള ഇന്റർനെറ്റ് ഉപയോഗമായിരുന്നു ഇയാൾ നടത്തിയിരുന്നത്. തോക്ക് വിൽക്കുന്ന കടയിലെത്തിയ ശേഷം അവിടെ നിന്ന് കയ്യിൽ തോക്കേന്തി നിൽക്കുന്ന ചിത്രമടക്കം ഇയാൾ ഡാർക്ക് വെബിൽ പോസ്റ്റ് ചെയ്തിരുന്നു.
റിജാസ് നിലവിൽ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലാണ്. സർക്കാരിനെതിരെ യുദ്ധം ചെയ്യൽ, കലാപാഹ്വാനം എന്നിവയാണ് റിജാസിനെതിരെ പോലീസ് ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ. CPI മാവോയിസ്റ്റ് സംഘടനയുമായി റിജാസ് ബന്ധം പുലർത്തിയെന്ന ആരോപണവും FIR-ലുണ്ട്. കേരളത്തിലും റിജാസിനെതിരെ കേസുണ്ട്. ന്യൂസ് 18 മുംബൈ. ലഹരി സംഘങ്ങൾ നാട്ടുകാരുടെ സ്വൈര്യ ജീവിതം തകർക്കുകയാണ്. കൊല്ലം പോളയത്തോട് കുടുംബത്തിന് നേരെ ആക്രമണം നടത്തിയത് ലഹരി മാഫിയയാണ്. വീടിന് മുന്നിൽ നിന്ന് ചോദ്യം ചെയ്തതിന് പിന്നാലെയായിരുന്നു ക്രൂരമായ ആക്രമണം. ഇവർ സമീപത്തെ 2 കടകൾ അടിച്ചു തകർത്തതായും പരാതിയുണ്ട്. സംഭവത്തിൽ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പരിക്കേറ്റ ദമ്പതികളും സുഹൃത്തും ആശുപത്രിയിൽ ചികിത്സയിലാണ്. വയലിൽ തോപ്പിൽ സ്വദേശികളായ നിയാസ്, ഭാര്യ ഷാമോൾ, അബ്ദുൾ ലത്തീഫ് എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. വിഘ്നേഷ്, സഹോദരൻ മനീഷ്, ഇബ്ദു അബ്ബാസ്, നൌഫൽ എന്നിവർ ലഹരിയിൽ ആക്രമിക്കുകയായിരുന്നു എന്നാണ് പരാതി. അപ്പോൾ ഒരു പയ്യ ഇവിടെ വന്നൊരു ഷേക്ക് മേടിച്ച് കുടിച്ചിട്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ അകത്തോട്ട് കയറിയിരുന്നു. ഇവിടെ ഈ മഴ പെയ്യുന്ന ആളിലൊക്കെ ഓടി ഇങ്ങോട്ട് കയറി. അപ്പോൾ ഈ കട അവധിയായിരുന്നു. ഓടി വന്ന എൻ്റെ ഭാര്യയും കൊച്ചുമോനും അകത്തിരിക്കുകയായിരുന്നു. അപ്പോഴത്തേ ഒരു ബഹളം കെട്ടി ഞങ്ങൾ ഓടി കടയിൽ നിന്ന് നോക്കിയപ്പോഴത്തേക്ക് ഒരു പയ്യനെ എടുത്തിട്ട് ഇടിക്കുക. എന്നിട്ട് കടയിൽ നിന്ന് പിച്ചാത്തി എടുത്ത് അവനെ കുത്താൻ നോക്കിയപ്പോഴത്തേക്ക് ഞാൻ ഡാഡാന്ന് വിളിച്ചിട്ട് പിച്ചാത്തി പിടിച്ചു വരും. പേടിച്ചോണ്ടന്മാർ പോകുമ്പോൾ ഞാൻ എൻ്റെ പെണ്ണെ ഇമാരെ ഇടിച്ച് അകത്തോട്ട് കയറി കടയ്ക്കകത്ത്. ഞാൻ എൻ്റെ പെണ്ണിൻ്റെ കൊച്ചുമോനെ പറഞ്ഞ് നിങ്ങൾ ഓടി പോകാൻ പറഞ്ഞു. അപ്പോൾ അവർ ഓടി അപ്പുറത്തെ ഈ മെൻസ് വെയറിലോട്ട് കയറിയപ്പോൾ അവിടുത്തെ ഗ്ലാസ് അടിച്ചു പൊട്ടിച്ചു. അവിടെ നിന്ന് ഓടി നമ്മളെ ബാക്കിലത്തെ ഒരു വീടുണ്ട്, അങ്ങോട്ട് ചെന്ന് കയറിയവർ. കയറിയപ്പോൾ എമ്മാർ 2 എണ്ണം പിന്നെ ഓടി വന്നിട്ട് വലിയ പാറക്കല്ല് എടുത്തിട്ട് എൻ്റെ തലക്കടിക്കാൻ നോക്കുന്നു, എൻ്റെ തള്ളയ്ക്ക് വിളിക്കുന്നു. അമ്മാരിവിടെ ഗുണ്ടായുസം വിളയാടുക. എന്നിട്ട് വണ്ടികൾ ചവിട്ടിയിടുന്നു, സൈക്കിൾ ചവിട്ടിയിടുന്നു, വരുന്നവരെയും പോണവരെയൊക്കെ കല്ലും അതും ഇതും എല്ലാം മാരകായുധമായിട്ട് ഓട്ടിക്കുക. സമീപത്തെ 2 കടകളും സംഘം അടിച്ചു തകർത്തു. ജ്യൂസ് കടയിലുണ്ടായിരുന്നവരെ ആക്രമിക്കാനും ശ്രമിച്ചു. സംഭവത്തിൽ സഹോദരങ്ങൾ ഉൾപ്പെടെ 4 പ്രതികളെയും കൊല്ലം ഈസ്റ്റ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഒരു പ്രകോപനവും കൂടാതെ വന്ന് ക്ലാസ് എടുത്ത് പൊട്ടിക്കുന്നു, ചീത്ത വിളിക്കുകയും പിന്നെ തെറി വിളിക്കുകയും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്ത് അങ്ങ് പോയി. നമ്മളൊന്നും പറഞ്ഞില്ല, ഒന്നും മിണ്ടിയതുമില്ല. പോയിട്ടാണ് പിന്നെ അപ്പുറത്തോട്ട് പോയി പിന്നെ ജ്യൂസ് കട അടിച്ച് പൊട്ടിക്കുകയും അതിൻ്റെ അപ്പുറത്തെ തുണിക്കടയിലെ ക്ലാസ് അടിച്ച് പൊട്ടിക്കുകയൊക്കെ ചെയ്തു. നമ്മളവരുടെ ഒന്നും പറയുക അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ചെയ്തതോ ഒന്നുമില്ല. ഒരു പ്രകോപനവും കൂടാതെയാണ് നമുക്ക് ഇവിടെ അറിഞ്ഞുകൂടാതാണ്. ഞാനിവിടെ സാധനം കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഒരു അമ്മമാർ വന്ന് ഒരു പാറക്കല്ല് എടുത്തുകൊണ്ട് വന്ന് ഇതാണ് ക്ലാസ് അടിച്ച് പൊട്ടിച്ചിട്ട് ചീത്തയും വിളിച്ചിട്ട് അങ്ങോട്ട് പോയി. നൌഫൽ മുമ്പ് പോലീസ് ജീപ്പ് ആക്രമിച്ച കേസിൽ പ്രതിയാണ്. പഴക്കച്ചവടം നടത്തുന്ന ഓട്ടോറിക്ഷയുടെ ചില്ലും അക്രമികൾ തകർത്തിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര. പോലീസ് പട്രോളിന് പോകുന്നത് പാലക്കാടേക്കാണ്. പാലക്കാട് പണവും സ്വർണവും അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച് അനധികൃതമായി കടത്താൻ ശ്രമിച്ച 3 പേർ പിടിയിലായി. കോയമ്പത്തൂർ സ്വദേശികളായ പ്രതികളെ വേലന്താവളത്ത് വെച്ചാണ് പിടികൂടിയത്. 70 ലക്ഷം രൂപയും 200 ഗ്രാം സ്വർണവും ഇവരിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. വേലന്താവളത്ത് ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡിന്റെ സ്ഥിരം പരിശോധന. തമിഴ്നാട്ടിൽ നിന്ന് 2 മോട്ടോർ സൈക്കിളുകളിലായി യുവാക്കൾ എത്തുന്നു. വെറുതെ കറങ്ങാൻ എത്തിയതാണെന്ന് യുവാക്കൾ. ഇവരെ കണ്ട ഉദ്യോഗസ്ഥർക്ക് ചില സംശയങ്ങൾ തോന്നി. യുവാക്കളിൽ ഒരാളുടെ ഷർട്ട് ഊരാൻ പോലീസ് ആവശ്യപ്പെട്ടു. അടിയിൽ കറുത്ത ജാക്കറ്റ് അഴിച്ചു മാറ്റാൻ പറഞ്ഞ പോലീസ് ഞെട്ടി. ജാക്കറ്റിനുള്ളിൽ രഹസ്യ അറകൾ, അതിലാകട്ടെ സ്വർണവും പണവും. അടിവസ്ത്രങ്ങളിലെയും പ്രത്യേകം ഡിസൈൻ ചെയ്ത ജാക്കറ്റിലെയും രഹസ്യ അറകളിലാണ് സ്വർണം ഒളിപ്പിച്ചിരുന്നത്. ആകെ 70 ലക്ഷം രൂപയും 200 ഗ്രാം സ്വർണവുമാണ് ഇവരിൽ നിന്ന് പിടികൂടിയത്.
കോയമ്പത്തൂർ സ്വദേശികളായ സാഗർ, മണികണ്ഠൻ, സന്ദീപ് എന്നിവരാണ് പിടിയിലായത്. ഇവരെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. പ്രതികളിൽ ഒരാൾ സംഭവസ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടെന്നും ഇയാൾക്കായി അന്വേഷണം ഊർജിതമാക്കിയതായും പോലീസ് അറിയിച്ചു. ന്യൂസ് 18 പാലക്കാട്. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. പത്തനംതിട്ടയിൽ ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസ്സിൽ അതിക്രമിച്ചു കയറി ഡ്രൈവറെ ഹെൽമറ്റ് കൊണ്ടടിക്കുകയും കുത്താൻ ശ്രമിക്കുകയും ചെയ്തു. അൽ അമീൻ ബസ്സിലെ ഡ്രൈവർ രാജേഷിനെയാണ് ആക്രമിച്ചത്. പിടിവലിയിൽ പ്രതി കൊടുമൺ സ്വദേശി മിഥുനും പരിക്കേറ്റു. മിഥുനിന്റെ സുഹൃത്തിനെ ഡ്രൈവർ ജോലിയിൽ നിന്ന് ഒഴിവാക്കിയതിലുള്ള വിരോധത്തിലായിരുന്നു ആക്രമണമെന്ന് പോലീസ്. ശരീരത്തിലെ കൊഴുപ്പ് നീക്കം ചെയ്യാനുള്ള ശസ്ത്രക്രിയയെ തുടർന്ന് തിരുവനന്തപുരത്ത് യുവതി ഗുരുതരാവസ്ഥയിലായെന്ന പരാതി സിറ്റി പോലീസ് കമ്മീഷണർ അന്വേഷിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. റിപ്പോർട്ട് 1 മാസത്തിനകം സമർപ്പിക്കണമെന്നും ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ഉത്തരവിട്ടു. തിരുവനന്തപുരത്ത് പൂർവ്വ വൈരാഗ്യം കാരണം മധ്യവയസ്കനെ ആക്രമിച്ച കേസിൽ പ്രതികൾ പിടിയിൽ. ഫോർട്ട് പോലീസ് അറസ്റ്റ് ചെയ്തത് ചന്ദ്രൻ, കരീം, സുര എന്നിവരെ. താമരശ്ശേരിയിലെ ഷഹബാസിന്റെ കൊലപാതക കേസിൽ കുറ്റാരോപിതരായ 4 വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം തടഞ്ഞുവെച്ച നടപടിക്കെതിരെ ഹൈക്കോടതി. പരീക്ഷാഫലം തടഞ്ഞുവെക്കാൻ സർക്കാരിന് എന്തധികാരമാണെന്ന് കോടതി ചോദിച്ചു. പാലക്കാട് ജുവല്ലറിയിൽ സ്വർണം വാങ്ങാനെന്ന വ്യാജേന വന്ന് 3 പവന്റെ ചെയിൻ മോഷ്ടിച്ചയാൾ പിടിയിൽ. തൃശൂർ വടക്കാഞ്ചേരി സ്വദേശി ഇമ്മാനുവലിനെയാണ് തൊടുപുഴയിൽ നിന്ന് പിടികൂടിയത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് 7 മാസത്തിനിടെ 25ഓളം പുരുഷന്മാരെ വിവാഹം കഴിച്ച യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഭോപ്പാലിൽ നിന്ന് രാജസ്ഥാൻ പോലീസാണ് അനുരാധ എന്ന യുവതിയെ പിടികൂടിയത്. വിവാഹത്തിനു ശേഷം പണവും സ്വർണവും മോഷ്ടിച്ച് കടന്നുകളയുന്നതാണ് ഈ യുവതിയുടെ രീതിയെന്ന് പോലീസ് പറയുന്നു. നമ്മുടെ കുട്ടിക്കാലത്തെക്കുറിച്ച് ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? ചെറിയ കളിപ്പാട്ടങ്ങൾക്ക് വേണ്ടി സഹോദരങ്ങളുമായി തല്ലുകൂടിയ നിമിഷങ്ങൾ, കൂട്ടുകാരുടെ കളിയാക്കലുകൾ, അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും ശകാരം, ഇതൊക്കെ കണ്ടും കേട്ടും വളർന്നവരാണ് നമ്മൾ. അതെല്ലാം ഒരു രസമുള്ള ഓർമ്മയാണല്ലേ? അന്ന് കൂട്ടുകാർ കളിയാക്കിയപ്പോൾ കുറച്ച് സങ്കടം വന്നിട്ടുണ്ടാകാം. എന്ന് കരുതി ജീവിതം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ചോ നാട് വിടുന്നതിനെക്കുറിച്ചോ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇവിടെ ഇടുക്കി അണക്കരയിൽ 14കാരി ആത്മഹത്യ ചെയ്ത കേസിനെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. പെൺകുട്ടി സ്കൂട്ടർ ഓടിക്കാൻ പഠിക്കുന്നതിനിടെയാണ് സംഭവങ്ങളുടെ തുടക്കം. സ്കൂട്ടർ ഓടിക്കാൻ പഠിക്കുമ്പോൾ അവൾ ചെരിഞ്ഞു വീണിരുന്നു. ഇത് കണ്ട കൂട്ടുകാർ അവളെ കളിയാക്കി. അതിൻ്റെ മനോവിഷമത്തിൽ അണക്കര സ്വദേശിനി പൗളിൻ എന്ന പെൺകുട്ടി കിടപ്പുമുറിയിൽ തൂങ്ങി മരിക്കുകയായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾ ഇങ്ങനെയാണ്. നിസ്സാര പ്രശ്നങ്ങളുടെ പേരിൽ മനസ്സ് പതറും. എന്നാൽ മറ്റുള്ളവരുടെ പരിഹാസവും കളിയാക്കലുമൊക്കെ ഒരു വെല്ലുവിളിയായി ഏറ്റെടുക്കണം. അങ്ങനെ ഇന്ന് കളിയാക്കിയവരെ കൊണ്ട് നാളെ കൈയടിപ്പിക്കാനാണ് ശ്രമിക്കേണ്ടത്. ഇതോടെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.